ഇന്ത്യയിലെ ആദ്യത്തെ ആഴക്കടൽ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമായ കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു കഴിഞ്ഞു. അന്താരാഷ്ട്ര കപ്പൽശാലയിലേക്ക് ദൂരം കുറവാണെന്നതും വിഴിഞ്ഞം തുറമുഖത്തിന്റെ സവിശേഷതയാണ്. അദാനി പോർട്ട് ലിമിറ്റഡ് ആണ് തുറമുഖത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. പൊതു സ്വകാര്യ പങ്കാളിത്ത മാതൃകയിൽ ഏകദേശം 8,900 കോടി രൂപ ചെലവിലാണ് വിഴിഞ്ഞം തുറമുഖ പദ്ധതി നിർമ്മിച്ചിരിക്കുന്നത്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം രാജ്യത്തിന് സമർപ്പിക്കപ്പെടുമ്പോൾ പദ്ധതിയുമായി ബന്ധപ്പെട്ട് മുൻ UDF സർക്കാർ അദാനി ഗ്രൂപ്പുമായി ഒപ്പിട്ട കരാറും അന്നത്തെ വിവാദങ്ങളും തുറമുഖത്തിന്റെ ക്രെഡിറ്റ് ആർക്കുന്നത് സംബന്ധിച്ച് മുന്നണികൾ തമ്മിലുള്ള തർക്കങ്ങളുമെല്ലാം സമൂഹ മാധ്യമങ്ങളിൽ സജീവ ചർച്ചയാണ്. വിഴിഞ്ഞത്തൊരു തുറമുഖം നിർമ്മിക്കണമെന്ന ആലോചന തുടങ്ങിയത് തിരുവിതാംകൂർ രാജഭരണകാലത്താണ്. ദിവാനായിരുന്ന CP രാമസ്വാമി അയ്യരായിരുന്നു ഒരു നൂറ്റാണ്ട് മുൻപ് ആ തീരുമാനമെടുത്തത്. പക്ഷെ അത് നടന്നില്ല. പിന്നീട് 1962 അന്നത്തെ കേന്ദ്രമന്ത്രി SK പാട്ടീൽ തുറമുഖ നിർമ്മാണത്തിന്റെ ആദ്യഘട്ടം ഉദ്ഘാടനം ചെയ്തു. 1991 K കരുണാകരൻ മന്ത്രിസഭയിൽ തുറമുഖ മന്ത്രിയായിരുന്ന MV രാഘവനാണ് പിന്നീട് പദ്ധതി പുനരുജ്ജീവിപ്പിച്ചത്. 1995 കുമാർ എനർജി കോർപ്പറേഷനുമായി ധാരണാപത്രം ഒപ്പുവെച്ചു. തുടർന്ന് വന്ന നായനാർ സർക്കാർ തുറമുഖത്തിനൊപ്പം താപവൈദ്യുത നിലയവും സ്ഥാപിക്കുന്ന പദ്ധതി തയ്യാറാക്കി കരാർ ഒപ്പിട്ടു. അടുത്ത UDF സർക്കാർ കുമാർ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടെങ്കിലും മറുപടി കിട്ടാതായതോടെ കരാർ റദ്ദാക്കി. 2013 പിന്നീട് പദ്ധതിക്ക് വീണ്ടും ജീവൻ വെച്ചത്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് അദാനി പോർട്സിന്റെ ടെൻഡർ സർക്കാർ സ്വീകരിച്ചു. തുടർന്ന് ഒരേ സമയം പാർട്ടിക്കുള്ളിലും പ്രതിപക്ഷത്തും തീരമേഖലയിലും ഉയർന്ന പ്രതിഷേധങ്ങളെ നയപരമായി കൈകാര്യം ചെയ്ത് അദാനിയെ ഉമ്മൻചാണ്ടി വിഴിഞ്ഞത്തെത്തിച്ചു. അങ്ങനെ 2015 ഡിസംബർ 5 തുറമുഖത്തിന് തറക്കല്ലിട്ടു. ഇതാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ചരിത്രം. അദാനി ഗ്രൂപ്പ് എങ്ങനെയാണ് തുറമുഖ നിർമ്മാണത്തിന് എത്തിയതെന്നും നിർമ്മാണ കമ്പനിയെ കണ്ടെത്തുന്നതിന് പിന്നിൽ എത്രമാത്രം കടമ്പകൾ ഉണ്ടായിരുന്നുവെന്നും ഉമ്മൻചാണ്ടി നിയമസഭയിൽ അക്കമിട്ട് വിശദീകരിക്കുന്ന പഴയ വീഡിയോ ദൃശ്യങ്ങളും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. അന്ന് ഇത് റിയൽ എസ്റ്റേറ്റ് കച്ചവടമാണെന്ന് ആരോപിച്ച് അന്നത്തെ പ്രതിപക്ഷമായ LDF നിയമസഭയിൽ ശക്തമായി രംഗത്ത് വന്നിരുന്നു. വിഴിഞ്ഞം പദ്ധതി എന്തായാലും നടപ്പാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നിയമസഭയിൽ ഉമ്മൻചാണ്ടി നടത്തിയ പ്രസംഗം ഫേസ്ബുക്കിൽ പങ്കുവച്ചുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വിഴിഞ്ഞം തുറമുഖത്തിന് ആശംസകൾ നേർന്നത്. ഈ പോസ്റ്റിന് താഴെ ഉമ്മൻചാണ്ടിയും കോൺഗ്രസിനെയും സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള കമന്റുകളോടൊപ്പം കല്ലിട്ടാൽ കപ്പൽ മാത്രമല്ല മെട്രോ ഓടില്ല, വിമാനം പറക്കില്ല, ഹൈവേയിലൂടെ വണ്ടിയും ഓടില്ല എന്നൊക്കെയുള്ള പരിഹാസ കമന്റുകളുമുണ്ട്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ കമ്മീഷനിംഗ് പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ ചിത്രങ്ങൾ പങ്കുവച്ച് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഞങ്ങൾ സദസ്സിലുണ്ട്, രാജീവ് ചന്ദ്രശേഖർ വേദിയിലും എന്ന തലക്കെട്ടോടെ ഫേസ്ബുക്കിൽ ചിത്രം പങ്കുവച്ചിരുന്നു. MV ഗോവിന്ദൻ, KN ബാലഗോപാൽ എന്നിവർക്കൊപ്പം നിൽക്കുന്ന ചിത്രമാണ് പങ്കുവച്ചിരിക്കുന്നത്. മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വേദിയിൽ ഇടം പിടിച്ചിരുന്നു. എന്നാൽ ഈ പോസ്റ്റിന് താഴെ രാജീവ് ചന്ദ്രശേഖർ വേദിയിലിരിക്കുന്നത് ആരുടെയെങ്കിലും മരുമകനായതുകൊണ്ടല്ലെന്നും അയാൾ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ കേരള ഘടകത്തിന്റെ അധ്യക്ഷനാണെന്നും ഒന്നുമില്ലേലും തന്റെ പേരെഴുതി വെച്ചിരിക്കുന്ന കസേരയിലാണ് അദ്ദേഹം ഇരിക്കുന്നത് എന്നുമൊക്കെയാണ് ആളുകൾ കമന്റ് ഇടുന്നത്. ഒരു കഥ സൊല്ലട്ടുമ, ഒരു കുടുംബ ബന്ധവുമില്ലാതെ കല്യാണത്തിന് പോയി അമ്മാവൻ ചമയുക, ശേഷം അവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്ന സ്വന്തം ആൾക്കാരെ കൊണ്ട് അമ്മാവൻ സ്വന്തം കുടുംബ മഹിമ വിളിച്ചു പോവുക. ഇതൊക്കെ കണ്ട് സഹിക്കാൻ പറ്റാതെ ഇവന്റ് മാനേജ്മെന്റ് ടീം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുക. യഥാർത്ഥ കുടുംബനാഥൻ മരിച്ചു പോയിരിക്കുന്നു, അദ്ദേഹത്തിന്റെ കുടുംബക്കാരെ ഇവന്റ് മാനേജ്മെന്റ് ടീം ക്ഷണിച്ചതുമില്ല എന്നെഴുതിയ ഒരു പോസ്റ്റാണ് T സിദ്ദിഖ് MLA ഇതുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്കിൽ പങ്കുവച്ചത്. തുറമുഖത്തിന്റെ ക്രെഡിറ്റ് ആർക്കുന്നത് സംബന്ധിച്ച് മുന്നണികൾ തമ്മിൽ മത്സരിക്കുന്നതിനിടെ ഏത് കല്യാണ വീട്ടിലും കാണുന്ന തരം നിസ്സാര തർക്കങ്ങളാണ് അവയെല്ലാമെന്നും നാടിനാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ക്രെഡിറ്റ്, എല്ലാവർക്കും എന്റേതാണെന്ന് പറയാനൊരു ആഗ്രഹമുണ്ട്, ഈ കാലഘട്ടത്തിലാണ് ഇത് നിർമ്മിച്ചത് എന്നാകും ചരിത്രത്തിൽ രേഖപ്പെടുത്തുക എന്നായിരുന്നു വിഴിഞ്ഞം തുറമുഖം MD ദിവ്യ S. അയ്യരുടെ പ്രതികരണം.